ഹായ് ഹലോ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെളിവുകളെല്ലാം അംബികയ്ക്ക് എതിരെയായതുകൊണ്ട് അച്യുതൻ്റെ കൊലപാതകി അംബികയാണെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മയെ കാണാനെത്തിയ ഭൂമി അമ്മയോട് പറയുന്നുണ്ട്, എന്ത് വില കൊടുത്തും അമ്മയെ ഞാൻ പുറത്തിറക്കും. അച്ഛൻ്റെ യഥാർത്ഥ പ്രതിയെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എൻ്റെ അച്ഛൻ്റെയും എൻ്റെയും അമ്മയുടെയൊക്കെ സന്തോഷം ഇല്ലാതാക്കിയ ആ കൊലയാളിയെ ഞാൻ ഈ ഭൂലോകത്തിൽ നിന്ന് കണ്ടെത്തും. നിയമത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയും ചെയ്യും. അയാളെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് ഭൂമി പറയുന്നുണ്ട്. ആ സമയം സിയെ കണ്ട് ഭൂമി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം അജയ് പറയും, എല്ലാ തെളിവുകളും അമ്മക്കെതിരെയാണ്. ഈ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല. ആ കത്തി ഊരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത് നിൻ്റെ അമ്മയെ തന്നെയാണ് കൊലപാതകയാക്കി കണക്കൂട്ടാൻ എന്തായാലും ഇവിടെ കോടതിയും വക്കീലൊക്കെ ഉണ്ടല്ലോ, അന്വേഷിക്കാം. യഥാർത്ഥ കൊലയാളിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പേ ഒരു ലെറ്റർ കൊല്ലുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് ഭൂമിക്ക് നേരെ ആ നാടകത്തിൻ്റെ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് ഭൂമി പറയുന്നുണ്ട്, ഇത് നാടകത്തിലെ അമ്മ പണ്ട് അഭിനയിച്ച നാടകം, അതിൻ്റെ റിഹേഴ്സലായിരിക്കും രണ്ടുപേരും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാ നിൻ്റെ അമ്മ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ അമ്മക്കരിയിലേക്ക് വന്ന് ഭൂമി പറയുന്നുണ്ട്, അമ്മ ധൈര്യമായിട്ടിരിക്കണം. എന്ത് വില കൊടുത്തും ഈ മോള് അമ്മയെ രക്ഷിക്കും. അമ്മേ, എന്തിനാണെന്ന് കഥ കടച്ച് രണ്ടുപേരും കൂടെ മോളെ നിന്നെ കാണിക്കാനായിട്ട് അവസാനമായിട്ട് ഞാൻ അഭിനയിച്ച ആ ഒരു നാടകത്തിൽ അഭിനയിക്കണമെന്ന് അച്ചോടന് വലിയ നിർബന്ധമായിരുന്നു. ഡയലോഗൊക്കെ മറന്നു പോവോ ടെൻഷനിൽ എന്നായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെ ഇരിക്കുക അതെല്ലാം എഴുതി വെച്ച് ഒരു പേപ്പറിൽ എഴുതി വെച്ചത് എന്നവൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതെല്ലാം തനിക്കെതിരെ എൻ്റെ അച്ചോടനെ ഞാൻ കൊന്നെന്ന് പറയുമ്പോൾ അതെനിക്ക് സഹിക്കാനാവുന്നില്ല. എൻ്റെ മോള് തനിച്ചായി പോകുമോ എന്നോർത്ത് മാത്രം ഈ അമ്മ ജീവിച്ചിരിക്കുന്നത്. അമ്മ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. അച്ഛനെ ആരാണ് കൊന്നതെങ്കിലും എൻ്റെ ജീവനാ. എൻ്റെ അച്ഛനെ നഷ്ടപ്പെടുത്തിയവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അങ്ങനെ ഭൂമി വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. വീട്ടിൽ അവിടെ അച്ഛൻ്റെ കാറിൽ തഴുകി അവൾ അച്ഛനോട് സംസാരിക്കുന്ന പോലെ അതിൽ കയറിയിരിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് അവിടെ അച്യുതൻ അവളോട് പറയുന്നതായിട്ട് അവൾക്ക് തോന്നുക, മോളെ ഭൂമി, നിൻ്റെ അമ്മ ഒരു പാവ. അവളെ നീ വേദനിപ്പിക്കരുത്. അവളെ നീ രക്ഷപ്പെടുത്തണം. അവൾ ഒരിക്കലും എന്നോടത് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നൊന്ന് നോവിക്കാൻ പോലും അവൾക്കാവില്ല. നിൻ്റെ അമ്മയെ നീ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ ബോഡി കിട്ടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൾ തന്നെ ചിതക്ക് തീ കൊളുത്താണ്. അച്ഛനെ നഷ്ടപ്പെട്ട ഭൂമിക്ക് സഹിക്കാനാവുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഭൂമി ആ മുറ്റെല്ലാം ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് ഒരു ഫോണ് താഴെ കിടക്കുന്നത് മണ്ണ് അതിൻ്റെ മുകളിൽ വന്നു വീണു. മഴയൊക്കെ പെയ്തതോടെ തന്നെ അത് നശിച്ചു പോയിരുന്നു. ജനവാതിലിൽ വെച്ചതായിരിക്കാം അത് താഴേക്ക് കൊഴിഞ്ഞു പോയതാണെന്ന് ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് അച്ഛൻ്റെ ഫോണാണല്ലോ എന്നെല്ലാം കരുതിക്കൊണ്ട് അവൾ അതെടുക്കുന്ന ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ ഓൺ ആവുന്നില്ല. ഏതെങ്കിലും ഷോപ്പിൽ കാണിച്ചു കൊടുക്കാം, എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ. അച്ഛനും അമ്മ അച്ഛനെ കൊന്നതല്ല എന്നതിൻ്റെ എന്തെങ്കിലും സൂചന ഇതിൽ നിന്ന് കിട്ടിയാലോ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഫോണുമായിട്ട് മൊബൈൽ ഷോപ്പിലേക്ക് പോവാണ്. അപ്പോഴേക്കും അച്യുതൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നുണ്ട്. അച്ഛന് ക്യാൻസർ അല്ലെന്നാണ് കേട്ടോ ആ ഒരു റിപ്പോർട്ടിൽ കാണുന്നത്. ഇതെങ്ങനെ സംഭവിക്കൂ? അന്ന് ഡോക്ടർ പറഞ്ഞത് അച്ഛന് ബ്രെയിൻ ട്യൂമർ ആണെന്നാണല്ലോ. അതിനുവേണ്ടി പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലും ആയിരുന്നു താനെന്ന് ഭൂമി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ആ ഭൂമി കാര്യം ഡോക്ടർ പറഞ്ഞതൊക്കെ പോലീസുകാരോട് പറയുമ്പോൾ അവരത് വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോവാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് അവർ പറയുന്നുണ്ട്. ഇതിലെ ഡാറ്റയൊന്നും നഷ്ടപ്പെടരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഭൂമി കൊടുക്കുന്നത്. അങ്ങനെ ഭൂമിക്ക് 2 ദിവസം കഴിയുമ്പോൾ ആ മൊബൈൽ ഫോൺ ഓണായി കിട്ടുന്നുണ്ട് കേട്ടോ. ചാർജ് ചെയ്തതിനു ശേഷം അവൾ അച്ഛൻ്റെ ഓർമ്മയിലിരിക്കുക. അച്ഛനും അമ്മയും താനും ഒരുമിച്ചുണ്ടായിരുന്ന ആ നല്ല ദിനങ്ങളോർത്ത് ഭൂമി അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ലക്ഷ്മി ചേച്ചി വന്ന് ഭൂമിയോട് പറയും, മോളെ ഭൂമി, ഇനിയെങ്കിലും നമുക്ക് ആ കട തുറക്കേണ്ടേ? ലക്ഷ്മിച്ചി, ഇനി ആർക്ക് വേണ്ടി? എനിക്കതിനൊന്നും ഒരു ഉത്സാഹമില്ല. അത് പറഞ്ഞാൽ പറ്റില്ലേ? മോൾക്ക് ജീവിക്കേണ്ടേ? അമ്മയെ പുറത്തിറക്കേണ്ടേ? ലക്ഷ്മിച്ചി പോയിക്കോളൂ, ഞാൻ വന്നോളാം എന്നവൾ പറയാണ്. അങ്ങനെ ലക്ഷ്മി പോയി ടീ ഷോപ്പൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. പഴയതുപോലെ പോലീസുകാർക്കൊക്കെ ചായ എല്ലാം കൊണ്ടുപോയി കൊടുക്കുക. ഭൂമി ഇല്ലാത്തതിൻ്റെ ഒരു ഉഷാരക്കുറവ് അവിടെ കാണുന്നുണ്ട്. ഭൂമി ഈ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവരല്ല യഥാർത്ഥ കൊലയാളിയെങ്കിൽ ആരായിരിക്കും എന്ന ചിന്തയിലായിരുന്നു അജയും. അങ്ങനെ ആ ഫോൺ ഓണാക്കിയതും
അച്ഛന് ആ ഒരു ഫോണിൽ ക്യാമറ ഓണാക്കി ആ ഒരു ശീലാവതി എന്ന ആ ഒരു നാടകം രണ്ടുപേരും റിഹേഴ്സൽ അതിൽ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് അതെല്ലാം അവർ രണ്ടുപേരും കാണാൻ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അച്ചോട്ടാ, ആരാണ് ഭൂമിയുടെ അച്ഛൻ എന്നെല്ലാം ഈ ചോദിക്കുമ്പോൾ അതെ, ഇനി കുറച്ച് സമയം മാത്രമല്ലേ ഉള്ളൂ, നിനക്കറിയാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും ഇങ്ങനെ കളി തമാശകളൊക്കെ പറഞ്ഞ് അത് അഭിനയിക്കുന്നതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരാൾ ഇങ്ങനെ എണീറ്റ് വന്ന് അയാളുടെ മുഖം അതിൽ കാണുന്നില്ല. ഇങ്ങനെ ഫോണിങ്ങനെ ജനവാതിലിൻ്റെ അവിടെ വെച്ചതുകൊണ്ട് തന്നെ അയാളുടെ അരക്ക് താഴെയായിട്ടാട്ടോ ഫോണിൽ പിടിക്കുന്നത്. അവരുടെ മുഖമൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു ഒരാൾക്ക് വരികയും അച്ചു തന്നെ കുത്തുന്നതും ഒക്കെ കാണുന്നുണ്ട്. അംബികയെ അങ്ങ് തട്ടി മാറ്റുന്നതൊക്കെ, അംബിക താഴേക്ക് വീഴുന്നതും കാണാം. അങ്ങനെ അയാൾ പോകുന്നതിന് ശേഷം അംബിക എണീറ്റ് വരുന്നുണ്ട്. അപ്പോഴും അംബികയുടെ അച്ഛൻ്റെ മുഖമൊന്നും അതിൽ പതിയുന്നില്ല. അങ്ങനെ കത്തി ഇങ്ങനെ കൊണ്ട ഭാഗം മുതൽ മാത്രമാട്ടോ കാണുന്നത്. അങ്ങോട്ട് മുകൾ ഭാഗത്തേക്ക് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ അടിഭാഗത്തേക്കാണ് അവരെ കാണുന്നത്. അച്യുതൻ താഴേക്ക് വീഴുന്നതും പൊട്ടിക്കരുന്ന അംബികയും പിന്നെ പോലീസും ബഹളും ഒക്കെയാണ്. ഈ ബഹളത്തിനിടയിലാണ് ആ ഫോണ് താഴേക്ക് പോകുന്നത്. അപ്പോഴേക്കും ക്യാമറ ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് നെട്ടിത്തെറിച്ച് നിൽക്കായിരിക്കും ഭൂമി. എൻ്റെ അച്ഛനെ ആരോ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ്. കൊലയാളി ഈ റൂമിനുള്ളിൽ തന്നെയുണ്ട്. എല്ലാം കരുതിക്കൂട്ടിയ പ്ലാനായിരുന്നു. എൻ്റെ പാവം അച്ഛനെ കൊന്നിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? എന്തോ രഹസ്യം അച്ഛനെ ഒളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നി ഭൂമിക്ക്. ഈ കാറും ഞാനുമായിട്ടുള്ള ബന്ധം എപ്പോഴും പറഞ്ഞു തരാം, അതിന് സമയമായിട്ടില്ലെന്ന് അച്ഛൻ പറയാറുണ്ട്. ഇനിയിപ്പോൾ അതെന്തെങ്കിലും രഹസ്യമായിരിക്കുമോ? ആ രഹസ്യം പുറത്തറിയിക്കാതിരിക്കാനാണോ അച്ഛനെ കൊലപ്പെടുത്തിയത്? അങ്ങനെ നാനാവിധ ചിന്തകളും അവൾക്ക് ഉള്ളിലേക്ക് വന്നു. അങ്ങനെ വീണ്ടും ജയിലിലേക്ക് അമ്പിയെ കാണാനായിട്ട് അവൾ പോകുന്നുണ്ട്. അമ്മേ, എനിക്കൊരു കാര്യം അറിയണം. അന്ന് നിങ്ങൾ രണ്ടുപേരും നാടകം അഭിനയിക്കുന്ന സമയത്ത് അവിടേക്ക് വന്ന ആളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടിരുന്നോ? ഇല്ല മോളെ, അയാൾ മുഖം മറച്ചിരുന്നു. കയ്യിൽ കവറും കണ്ണുമാൾ മാത്രം കാണാം. അയാൾ വന്ന് അച്ചോട്ടനെ കൊന്നത് എൻ്റെ ബോധം അപ്പോഴേക്കും മറഞ്ഞിരുന്നു. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അച്ചോട്ടൻ കത്തി കുത്തിക്കയറി ഇങ്ങനെ കണ്ണ് തുറച്ച് നിൽക്കുന്നതാ. ഞാൻ തൊട്ടതും ആ കത്തി വലിച്ചൂരിയതും താഴേക്ക് പോയി എന്നവൾ പറയുന്നുണ്ട്. അമ്മേ, എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല. അങ്ങനെ ഭൂമിയാണെങ്കിലോ അമ്മയെ ജയിലിൽ നിറക്കാനായിട്ട് ഒരു വക്കീലിനെ പോയി കാണുന്നുണ്ട്. അയാളുടെ ഫീസായി 25 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ വീഡിയോ അജയെ കാണിക്കണമെന്ന് അവൾ കരുതാം. എൻ്റെ അമ്മ തെറ്റുകാരിയല്ല. ദേ നോക്കിയേ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മൊബൈൽ പകർത്തിയ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ആകെ നെട്ടലോടെ നിൽക്കാട്ടോ അജയ്. അതെ, അംബിക അമ്മ പറഞ്ഞത് ശരി തന്നെ. ആ റൂമിൽ മറ്റാരോ ഉണ്ടായിട്ടുണ്ട്. അയാളുടെ മുഖം വ്യക്തമല്ല എന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഭൂമി, ഈ കേസ് നിൻ്റെ അമ്മയെ രക്ഷപ്പെടും. നിൻ്റെ അമ്മയല്ല കൊലയാളിയെന്ന് ഈ വീഡിയോ വ്യക്തമാണ്. ഇതിൽ യഥാർത്ഥ പ്രതിയെ നമുക്ക് കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വക്കീലിനെ പോയി ഭൂമി കാണാൻ കേട്ടോ. നല്ലൊരു വക്കീലിനെ അജയ് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അയാളുടെ ഫീസ് കേട്ടതും ഭൂമിക്ക് തല കറങ്ങുന്ന പോലെ തോന്നാം. 25 ലക്ഷം രൂപ, അച്ഛനെ ജീവൻ രക്ഷിക്കാൻ 14 ലക്ഷം രൂപയ്ക്ക് വേണ്ടി താൻ എവിടെയെല്ലാം അലഞ്ഞു. ഇതിപ്പോൾ ഒരു കേസ് വാദിക്കാൻ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് അഞ്ജനയെ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്നൊരു വേവലാതിയിൽ തന്നെ അജയ് തന്നെ ഭൂമിക്ക് ആ ഒരു 25 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് 25 ലക്ഷം രൂപ അവൾക്ക് നേരെ നീട്ടാ, എനിക്ക് ഒരു സഹായം ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഭൂമി മനസ്സിലാക്കുന്നത് അജയ് വിവാഹം കഴിക്കാനാണ് ഈ പാരിതോഷികമായി 25 ലക്ഷം രൂപ തനിക്ക് തരുന്നെന്നും കോൺട്രാക്ട് മാരേജിനെ കുറിച്ചും എല്ലാം അവൻ്റെ ഫ്രണ്ട് വക്കീൽ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു എപ്പിസോഡൊക്കെ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അധികം വൈകാതെ അംബിക പുറത്തിറങ്ങുമ്പം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ സൗഭാഗ്യപുരത്തെ മരുമകളായിട്ട് വലതുകാൽ വെച്ച് അവിടേക്ക് കയറി വരികയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭവാനിയും അഞ്ജനയും ഈ ഒരു രംഗം. എന്നാൽ അവിടേക്ക് വന്നതോടുകൂടെ ഭൂമി തൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ കൊലയാളിയെ കൈയോട് പിടികൂടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.